ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ഷനു സാമുവൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ലോകചിന്തകളാകും ആകുലപ്പെട്ടു തളർന്നിടുന്ന നേരം ദുഃഖങ്ങൾ ഹൃദയത്തെ മുറ്റും തകർത്തിടുമ്പോഴൊക്കെയും സഹിച്ചിടാൻ ശക്തി നൽകുന്ന യേശു സന്നിധി മമ ഭാഗ്യം. മോർണിംഗ് വോയിസിന്റെ എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും ഒരിക്കൽ കൂടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. 3 കാര്യങ്ങളാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവവിശേഷതയായിട്ട് ആ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. 1, ദയയുള്ളവരാകുക. 2, മനസ്സലിവുള്ളവരാകുക. 3, ക്ഷമിക്കുക. 3 സ്വഭാവങ്ങൾ. ഓരോ ദൈവ പൈതലിനും ഉണ്ടാകേണ്ട പരമപ്രധാനമായ 3 സ്വഭാവങ്ങൾ ഇവിടെ എടുത്തു പറയുകയാണ്. നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നുണ്ട്. അന്യോന്യം ദയയുള്ളവരായി, മനസ്സല്യമുള്ളവരായി, അന്യോന്യം ക്ഷമിക്കുന്നവരായി അനുദിനം മുമ്പോട്ട് പോകണം. എന്നാൽ അതിലേറ്റവും പ്രധാനമായ ഒരു പ്രയോഗം അവിടെ നൽകിയിരിക്കുന്നത് ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. അപ്പോൾ ഈ സ്വഭാവം ഒരു ദൈവ പൈതലിൽ ഉണ്ടാകണം. കാരണം ദൈവം നമ്മോട് ക്ഷമിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് ദയ കാണിച്ചു, ദൈവം നമ്മളോട് മനസ്സലിഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ക്ഷമ എന്ന് പറയുന്നത് യാതൊരു നിലയിലും അതിന് നമുക്ക് അർഹതയില്ലായിരുന്നു. ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു. കാരണം ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരായിരുന്നു നാം ഓരോരുത്തരും. അങ്ങനെ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി യാതൊരു യോഗ്യതയുമില്ലാത്ത, ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ പോലും അർഹതയില്ലാത്ത നമ്മളെപ്പോലെയുള്ള ആളുകളോടാണ് ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നത്. കേവലം എന്തെങ്കിലും നിസാര കാര്യത്തിലുള്ളൊരു ക്ഷമയല്ല. മനുഷ്യനിൽ ഏറ്റവും പ്രശ്നമായിരുന്ന പാപം. കാരണം ആ പാപമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്. ആ പാപമാണ് ദൈവ തേജസ് നഷ്ടപ്പെടാനിടയായത്. ആ പാപമാണ് മനുഷ്യന്റെ പരാജയത്തിന് കാരണം. ആ പാപത്തിന്റെ ശമ്പളം മരണമാണ്. നിത്യമായ ന്യായവിധിക്ക് വിധിക്കപ്പെട്ടവരാണ്. അങ്ങനെ അത്രമാത്രം ദൈവസന്നിധിയിൽ യോഗ്യതയില്ലാത്ത, നരകത്തിന് വിധിക്കപ്പെട്ട, മരണത്തിന് വിധിക്കപ്പെട്ട നമ്മോടാണ് ദൈവം ക്ഷമിച്ചു എന്ന് പറയുന്നത്. അത് ഏറ്റവും ചിന്തനീയമായൊരു കാര്യമാണ്. ഒരുവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, പാപമേറ്റു പറയുമ്പോൾ, കേവലം ഒരു വാക്കിലാണ് ഹൃദയത്തിൽ നിന്ന് പറയുന്ന ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നാൽ നമ്മുടെ മുഴു പാപങ്ങളെയും ക്ഷമിക്കുന്ന ഒരു ദൈവം, കഴിഞ്ഞ നാളുകളിൽ ചെയ്ത ജീവിതത്തിലുള്ള എല്ലാ പാപങ്ങളെയും, ഇതുവരെയുള്ളതിനെ നമ്മളോട് ക്ഷമിച്ച് ഒരു ദൈവ പൈതലാക്കി നമ്മളെ തീർക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ ഇന്നും അത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇന്നും അനവധി കാര്യങ്ങൾ പാപക്ഷമയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗം, ദൈവത്തിൽ വിശ്വസിച്ച് പാപപരിഹാരം വന്ന് പാപക്ഷമ പ്രാപിച്ച് പാപമേറ്റു പറഞ്ഞ് ഒരു ദൈവ പൈതലായി തീരുമ്പോൾ ദൈവം അവനോട് ക്ഷമിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ദൈവ പൈതൽ ഇവിടെ പറയാണ്, നിങ്ങൾ ദയയുള്ളവരാകണം. ആ ഒരു സ്വഭാവം നമ്മിൽ ഉണ്ടാകണം, വളർത്തിയെടുക്കണം ആ സ്വഭാവം.
മനസ്സലിവ്, മറ്റുള്ളവരെ കരുതുന്ന, മനസ്സലിയുന്ന ഒരു മനോഭാവത്തിന്റെ ഉടമയായി തീരുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് കഴിയും. ദൈവം നമ്മോട് ക്ഷമിച്ചത് ഓർക്കുമ്പോൾ, ദൈവം നമ്മോട് ക്ഷമിച്ച വിധങ്ങളെക്കുറിച്ച് ഓർത്ത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മളോട് കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതിന് അർഹതയില്ലായിരുന്നു, നമുക്കതിന് യോഗ്യതയില്ലായിരുന്നു. അങ്ങനെയുള്ള നമ്മളോട് ദൈവത്തിന് മനസ്സലിവ് തോന്നി. നാം പാപത്തിൽ അകപ്പെട്ട് നിത്യമായി നരകത്തിന് വിധിക്കപ്പെട്ട നമ്മളോട് കരുണാസമ്പന്നനായ ദൈവം കാണിച്ച ഒരു മനസ്സലിവ്, അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നത്. 4-ാം അധ്യായത്തിൽ തന്നെ നാം ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം എന്ന് പറഞ്ഞാൽ, ആത്മീയമായ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ആത്മീയമായ നിലവാരം, വളർച്ച, ദയയുള്ളവരായി, മനസ്സലിവുള്ളവരായി, ക്ഷമിക്കുന്നവരായി, ദൈവിക സ്വഭാവം പകർത്തി ജീവിപ്പാൻ നമുക്കിടയാകണം. അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പൗലോസ് ഈ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്, ഓർപ്പിക്കുകയാണ്. നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം. അപ്പോൾ ഓരോ ദൈവ പൈതലിനും ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചു. നമ്മെ അത്ഭുതകരമായി ദൈവം നടത്തുന്നു. ദൈവത്തിൻ്റെ കരുതൽ ഓർക്കുമ്പോൾ, ദൈവം നമ്മളോട് ക്ഷമിച്ചത് ഓർക്കുമ്പോൾ, ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുവാനിടയാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ദയവുള്ളവരായി, മനസ്സലിവുള്ളവരായി, ക്ഷമിക്കുന്നവരായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓർത്തതുപോലെ യാതൊരു യോഗ്യതയുമില്ലാത്ത ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിച്ചു, അവിടുന്ന് ഞങ്ങളോട് ക്ഷമിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് പാപക്ഷമ തന്ന് ദൈവമക്കളാക്കി തീർത്തു, അതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ഇതുവരെയും അങ്ങനെ പാപക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി ദൈവത്തിൻ്റെ ആ വിലയേറിയ ദയയ്ക്ക് അർഹരായി തീരാതെ ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരും ആ നിലയിൽ ദൈവമക്കളായി തീർന്ന് ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ദൈവമക്കളായ ഞങ്ങൾ ദയയുള്ളവരായിട്ട്, മനസ്സലിവുള്ളവരായിട്ട്, അന്യോന്യം ക്ഷമിക്കുന്നവരായിട്ട്, ദൈവികമായ സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി ഒരു നല്ല ജീവിതത്തിനുടമയായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കേൾവിക്കാരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.